കാടിന്റെ ഭംഗി തൊട്ടറിഞ്ഞ് ഒരു ആനവണ്ടി യാത്ര പോയാലോ? കുമളി ഗവി മൂഴിയാർ വഴി പത്തനംതിട്ടയിലേക്ക്. കുമളി ഗവി പത്തനംതിട്ട KSRTCയുടെ ഓർഡിനറി സർവീസ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ റൂട്ടിലൂടെ ഒരു അടിപൊളി യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിലവിൽ 2 പ്രധാന സർവീസുകളാണുള്ളത്. രാവിലെ 5:30 ഫസ്റ്റ് ബസ്, പിന്നെ ഉച്ചയ്ക്ക് 1:10 അല്ലെങ്കിൽ 1:30 അടുപ്പിച്ച് സെക്കൻഡ് ബസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു 3-3:30 ആയപ്പോഴേ കുമളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 5:30 നമ്മുടെ ബസ്. നേരത്തെ ചെന്നാലേ നേരത്തെ നമുക്ക് ബസ് കയറിയിരിക്കാൻ പറ്റൂ. കാരണം നമുക്ക് ഇതിന് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഓൺലൈൻ വഴി ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ അപ്പോ പോയി ഇരുന്ന് ബസ്സിൽ ടിക്കറ്റ് എടുക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് കയറിയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 5:30 ആകുമ്പോഴേ ഇത് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് ആൾക്കാർ എത്തും കേട്ടോ. അപ്പോൾ ഇതുപോലെ മുന്നിൽ തന്നെ കയറിയിരിക്കാൻ ശ്രമിക്കണം. എന്നാലേ കാടിന്റെ ഭംഗിയും കാഴ്ചകളും മൃഗങ്ങളും ഡാമുകളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിന് ഓൺലൈനായിട്ട് ബുക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു നോർമൽ ഓർഡിനറി ബസ്സാണ്. എല്ലാ സർവീസും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും അതിനിടയിൽ നമുക്ക് കാഴ്ചകൾ കാണാം. അല്ല നമുക്ക് വേണ്ടി മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു ബസ്സല്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഗവിയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ഒരു നോർമൽ ബസ്സിൽ നമ്മൾ യാത്ര കാണാൻ പോകുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ബസ്സിൽ കുമളിയിൽ നിന്ന് പത്തനംതിട്ട വരെ ഏകദേശം 120-150 രൂപയ്ക്കുള്ളിൽ മാത്രമേ ടിക്കറ്റ് വരൂ. അപ്പൊ വലിയ ചെലവില്ലാതെ ഗവിയിലെ കാടുകളും ഒക്കെ കാണാൻ നമുക്ക് മികച്ചൊരു ഓപ്ഷൻ തന്നെയാണിത്. സത്യം പറഞ്ഞാൽ ബസ് സ്റ്റാർട്ട് ചെയ്ത് കാട്ടിലേക്ക് കയറിയപ്പോൾ മുതൽ ഇവിടെ ഒരാൾ മൃഗങ്ങളെ നോക്കി ഇരിക്കുകയാണ് കേട്ടോ. എപ്പോൾ നോക്കിയാലും മേലോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ വെളുപ്പിനെയാണ് പോയതുകൊണ്ട് തന്നെ വെളുപ്പിനെ മൃഗങ്ങളെ കാണാൻ പോസിബിലിറ്റി ചാൻസ് കൂടുതലാണ്. അങ്ങനെ നോക്കി ഇരുന്നാണ് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ കണ്ടത് കാട്ടുപോത്തിന്റെ കൂട്ടുമായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ഇത്ര അടുത്ത് കാട്ടിലെ മൃഗങ്ങളെ കാണുന്നത് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇത്രയും അടുത്ത് ഇവിടുത്തെ മൃഗങ്ങളെ കാണാൻ കഴിയുന്നത് തന്നെയാണ്. ശരിക്കും ഈ ഗവി റോഡിലെ കാലാവസ്ഥ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പം വണ്ടിപ്പെരിയാർ കഴിഞ്ഞാലോടെ നമ്മൾ കാട്ടിലേക്ക് കയറുമെങ്കിലും ആ ഒരു ചൂട് മാറി ഒരു പ്രത്യേക തണുപ്പ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് മലയണ്ണൻ ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല ഭംഗി അതിനെ കാണാൻ. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് കണ്ട ഒന്നാണ് കാട്ടുകോഴികൾ. കാട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് കാട്ടുകോഴികളാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കണ്ടാണ് കാട്ടുപന്നികൾ. സത്യം പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പന്നികൾ വന്ന് നിൽക്കുന്ന അവർക്കൊരു പേടിയില്ല. അതുപോലെ നമ്മൾ വണ്ടിപ്പെരിയാർ കഴിഞ്ഞാൽ പിന്നെ കാടിനുള്ളിൽ ഹോട്ടലോ കടകളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല കേട്ടോ. അപ്പം ഗവിയിലെ വനംവകുപ്പിന്റെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും എപ്പോഴും അവിടെ ഭക്ഷണം കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ രാവിലെ പോയതുകൊണ്ട് നമുക്ക് നല്ല ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടതാട്ടോ ഈ മയില്. എന്ത് ഭംഗി എന്ന് തന്നെ കാണാൻ. അത് ഇത്ര അടുത്ത് നമ്മുടെ അടുത്ത് ഡ്രൈവർ പറഞ്ഞത് അവിടെ സ്ഥിരം കാണുന്ന ഒരു ആളാണ് ഈ മയിൽ എന്നുള്ളത്. പിന്നെ ഈ യാത്രയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഡാമുകളാട്ടോ. ഒറ്റ യാത്രയ്ക്കിടെ നമുക്ക് ഒന്നിലധികം ഡാമുകൾ ഇവിടെ കാണാൻ സാധിക്കും. അത് മറ്റ് എവിടെ പോലും നമുക്ക് ഇത്രയും കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കണ്ടക്ടേഴ്സ് അതുപോലെ ഡ്രൈവേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് തുടക്കം മുതൽ അവസാനം വരെ പെരുമാറിയത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഒക്കെയാണ് നമ്മൾ പോയത്.